പക്ഷേ ആ 16 ലക്ഷം പോലും ഇറക്കാൻ പറ്റാത്ത, ഒരു 5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് 16 ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയാസിന് 1 രൂപ ഞാനോ അനുമോളോ മുടക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ PR ഉണ്ടെന്ന്. നമ്മളുടെ പുറത്ത് അനുമോൾ നടത്തുന്ന എനിക്കങ്ങനെ അറിയില്ല. അത് അത്രയും വലിയ PR ആണോ, പുറത്തിനി അതിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ടോ, അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത്, അതിനെപ്പറ്റി ഒന്നും എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഡിഫമേഷനിലൂടെ തന്നെ നേരിടും. അത് ഞാൻ വിടാൻ ശ്രമിച്ചിട്ടില്ല. ഡിഫമേഷനിലൂടെ തന്നെ നേരിടും. അത് ലക്ഷ്മി അക്കൗണ്ടബിൾ ആണോ? ഇതുപോലത്തെ ആൾക്കാർ ചുമ്മാ ഈ പുള്ളി തന്നെ പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞ എന്താ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയ അതെല്ലാം അവിടെ കഴിഞ്ഞതെല്ലാം അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് അടുത്ത് കുറേ ആൾക്കാർ ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പുള്ളിക്കാരൻ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും മറ്റുള്ള പല കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാരൊക്കെ ഇനി ഒരുപാടുണ്ടാവും. എല്ലായിടത്തും പുള്ളിക്ക് നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന അടുത്ത 1 വർഷം അവർ രാജാക്കന്മാർ തന്നെയാണ് കേട്ടോ. എല്ലാവരും രാജ്ഞിമാരൊക്കെ തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം മുതൽ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും പിരിഞ്ഞു പോകാം. കാരണം ഫാനിസം, ഫാൻ ഫൈറ്റ്, ബിഗ് ബോസിൻ്റെ എല്ലാ തരത്തിലുള്ള ഏറ്റവും പീക്കിലുള്ള അടി സെറ്റപ്പൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതും അതിനകത്ത് ഇറങ്ങി നിന്ന് കളിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അതൊക്കെ നമ്മൾ പഴയ കാലം അത് വിട്ടു. ബട്ട് ഇപ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ ഞാൻ പറയാം, വൺ ഓഫ് ദ ഫേക്കസ്റ്റ് പേഴ്സണാലിറ്റി ഇൻസൈഡ് ബിഗ് ബോസ്, ദാറ്റ് ഈസ് അനീഷ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ എൻ്റെ വീഡിയോസ് മുൻകാലത്തുള്ള അഥവാ ഈ സീസണിൻ്റെ കുറേ വീഡിയോ ചെയ്തിട്ടുള്ളതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, എനിക്കിഷ്ടം അനീഷിൻ്റെ ഗെയിം എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആളൊരു ഫേക്ക് ആണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യം. ആ ലാലേട്ടൻ്റെ മുമ്പിൽ ആ PR-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം ഈ പലതും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞ് റിയൽ ക്യാരക്ടർ അല്ല, അതിനപ്പുറം പുള്ളിക്കൊരു ഫേക്ക് ഒരു വശമുള്ളതുപോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഇത് എൻ്റെ തെറ്റിദ്ധാരണയും ആവാം. ഓക്കെ, ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തെറ്റിദ്ധാരണ ചിലപ്പോൾ മാറിയേക്കാം. ഇപ്പം ഞാനൊരു സാധാരണക്കാരനാണ്, അല്ലെങ്കിൽ കോമണർ കാറ്റഗറിയിൽ നിന്ന് വന്ന ഒരാളാണ് എന്നുള്ള ആ ഒരു പരാമർശങ്ങളടക്കം ഈ നമ്മുടെ ഈ അനീഷ് നിരന്തരം പറയുന്നത് തന്നെ ആൾക്കാരുടെ മുമ്പ് രജിസ്റ്റർ ചെയ്യാനാണ്. നമ്മൾ സാധാരണക്കാരനാണ്, പുള്ളി ഗവൺമെൻറ് എംപ്ലോയി ആണ്, പുള്ളി ലീവ് എടുത്ത് കുറേ വർഷം കൊണ്ട് BBയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണെന്നടക്കം പലതും. അപ്പോൾ പുള്ളിയെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ എനിക്ക് കുറേ അധികം ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്നെല്ലാം മനസ്സിലാവുന്ന പുള്ളിക്ക് മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ബട്ട് പുള്ളി ഇൻസൈഡ് ബിഗ് ബോസിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വേഷപ്പകർച്ച, ഒരു ദിഗംബരൻ ആട്ടം ആടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ ഒരു റിയൽ ക്യാരക്ടറിൽ നിന്ന് മറ്റൊരു ക്യാരക്ടർ, ഒരു വേഷപ്പകർച്ച ഉണ്ടല്ലോ, ആ പരകായ പ്രവേശം അതുപോലെ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും അദ്ദേഹത്തിന് ഇത് കാരണം ഇഷ്ടപ്പെടാതിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറ്റിന് ആരെ വേണോ സപ്പോർട്ട് ചെയ്യും, ദാറ്റ്സ് യുവർ റൈറ്റ്. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടമാണ് ആരെ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ ഒന്നാമത് എനിക്കിതൊരു നോൺസെൻസ് സീസൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ നിമിഷം വരെയും ഒരു ഇത് തോന്നുന്നില്ല. ആകെ ഇതിനകത്തൊരു ഒറിജിനലായിട്ട് തോന്നുന്ന, ആദ്യം മുതൽ ഹെയ്റ്റ് വാങ്ങി കൂട്ടിയ ആൾക്കാരായിരിക്കാം ചില ഒറിജിനൽ ക്യാരക്ടേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതിനകത്തൊന്ന്. ഇപ്പം ഞാൻ അനീഷിനെ ഉൾപ്പെടുത്തിയിരുന്നു, അന്ന് തൽക്കാലം എനിക്ക് അത് ഇല്ല. പിന്നെ ഉള്ളത് ആദില എന്ന് പറയാം. അവരാദ്യം മുതലേ തുടക്കം മുതലേ അവർ ആ ഒരു ഇതിൽ തന്നെ സ്റ്റാൻഡിൽ ഉറച്ചു പോകുന്നു. പിന്നെ ആര്യനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അന്നും പറഞ്ഞു, ആര്യനെ നിങ്ങൾ സൂക്ഷിച്ചോ, ആര്യൻ ചിലപ്പോൾ അങ്ങ് അറ്റം വരെ പോകും. പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ആര്യൻ എല്ലാവരും കുറ്റം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ആ പുള്ളിക്കാരൻ്റെ ഗെയിം, ആ ഒരു സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്. സോ BBയുടെ ഗെയിമുണ്ട്. ആ ഗെയിമിൽ നിൽക്കാത്ത രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ ഫേക്കായിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ കാട്ടിക്കൂട്ടി നിൽക്കുന്ന ഒരു സംഭവം, ആ ഒരു സംഭവത്തല്ല, റിയാലിറ്റി ഷോയാണ്. റിയാലിറ്റി ആയിട്ട് തന്നെ റിയലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മുൻകാല സീസണുകളിലും ആൾക്കാരുടെ ജനശ്രദ്ധ പിടിച്ചിട്ടുള്ളത്. അതൊക്കെ ആൾക്കാരൊക്കെ ചിലപ്പോൾ BBക്കകത്ത് നിന്ന് കുറച്ച് ദിവസം പുറത്തിറങ്ങുമ്പോഴും കാണും. അതിനുശേഷം ഫുൾ ടൈം എയറിലായിരിക്കും. അതാണ് എൻ്റെ പിന്നിലുള്ള വശം. ഇനി നമുക്ക് അനുമോളുടെ PR, പിന്നെ വേറെ കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. ഈ PRകളൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ PR എന്താണെന്ന് പോലും അറിയത്തുകൂടിയില്ല. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഈ സീസണിൻ്റെ കപ്പടിക്കാൻ ആരൊക്കെ സാധ്യതയുണ്ടെന്നുള്ള കാര്യമൊക്കെ വഴിയെ പറയാം. അതോടൊപ്പം തന്നെ PRകൾ അതിനകത്ത് 1-2 വ്യക്തികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. ഇതൊക്കെ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ആ അറിഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണെന്നൊക്കെ എടുത്ത് പറയുന്നില്ല. നിങ്ങൾ തന്നെ അറിയും. ഈ സീസൺ തീരുന്നതിന് മുമ്പ് നിങ്ങൾ അറിയും എന്ന് മാത്രം ഞാൻ പറയാം, ഉറപ്പ് പറയാം, അറിയും. ഇതിനകത്ത് പല ആൾക്കാരും നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ സാധാരണ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇനി അനുമോളുടെ PR എന്ന് പറയപ്പെടുന്ന അദ്ദേഹം വന്നിട്ടുണ്ട്. ഓക്കെ, അത് നേരിട്ട് തന്നെ വന്നിട്ടുണ്ട് പുള്ളി പറഞ്ഞത് നമുക്ക് കേൾക്കാം. അനുമോൾക്ക് ഇപ്പൊ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനുമോൾക്ക്. അപ്പൊ അനുമോൾക്ക് അങ്ങനെ കാശ് മുടക്കിയുള്ള ഒരു PR വർക്കിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അനുമോൾ PR ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അനുമോൾക്ക് ഈ PR എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ പുള്ളിക്കാരുടെ ഒഫീഷ്യൽ പേജ് മാനേജ്മെന്റ് ചെയ്യുന്നതും ഇപ്പോൾ അവരുടെ ഫാൻസ് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് PR ആയിട്ട് പലരും കാണുന്നത്. പക്ഷേ അതല്ല PRന് നമുക്ക് മീഡിയ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയാസിന് 1 രൂപ ഞാനോ അനുമോളോ മുടക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ PR ഉണ്ടെന്ന്. ഒരു മീഡിയാസിന് 1 രൂപ കൊടുക്കാത്ത പക്ഷം അവരുടെ PR വർക്ക് നടന്നിട്ടില്ല. ഇപ്പം അതേപോലെ ഇപ്പോൾ PR കാര്യം പറഞ്ഞു. അപ്പം
ഈ പുള്ളി എനിക്ക് നേരിട്ട് അറിയുന്നതാണ്, നമ്മൾ സുഹൃത്തുക്കളും കൂടെയൊക്കെയാണ്. അപ്പം വിനു ബ്രോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് PR ഇല്ല എന്നുള്ളതാണ്. കാരണം PR ഉണ്ടെങ്കിൽ തെളിയിക്കും എന്നുള്ള കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ മേലാണ് ആരോപണം വന്നത്. ഇദ്ദേഹം അനുമോൾക്ക് വേണ്ടിയിട്ട് PR എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. മുൻകാലത്ത് ജിൻഡയ്ക്ക് വേണ്ടി PR എടുത്തിട്ടുള്ളതെന്നാണ്, മറ്റു പല കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് മേലുള്ള ആരോപണം. ഞാൻ പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് ഇതിനകത്ത് അനുമോൾക്ക് PR ഇല്ല, പുള്ളിക്കാരൻ വഴി PR ഇല്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ വഴി PR എടുത്തിട്ടുമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് PR ഉണ്ടാവില്ല ഇല്ല എന്നുള്ള കാര്യം 100% പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് PR എന്നുള്ള കാര്യം. എവിടെയെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും അനുമോളെക്കുറിച്ച് നല്ലത് പറയുന്നതാണ് ഒരു PR എന്ന്. ഒരിക്കലുമല്ല. ദാറ്റ്സ് യുവർ തെറ്റിദ്ധാരണ. അനുമോളെക്കുറിച്ച് ഇപ്പം ഞാൻ എൻ്റെ ചാനൽ തുറന്നു വെച്ചിട്ട് അനുമോൾക്ക് ചെറിയ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അനുമോൾക്ക് നിലവിൽ ഒരു ചെറിയ സപ്പോർട്ട്, ഒരു 20-30% ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അനുമോൾ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് കൊല്ല ചെയ്യാണ്. ഈ സ്ത്രീ എന്തുവാ കാണിക്കുന്നത്, ഇവർ വെറും നോൺസെൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറയും. നിങ്ങൾക്കത് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ ഇതെന്താ ഈ വ്യക്തി ഇദ്ദേഹം എത്രത്തോളം ആ പെൺകുട്ടിയോട് കാണിക്കുന്നില്ലല്ലോ, പുള്ളി എന്തിനാ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുറ്റം പറയുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് എതിരെ കുറെ കമന്റ് വിട്ട് എന്നെ തെറിയും വിളിച്ചിട്ട് ഇന്ന് മുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യമുള്ളൂ എന്ന് നിങ്ങളെ തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ളതാണ് PR വർക്ക്. ഒരിക്കലും ഒരാളെ പൊക്കി പറയുന്നല്ല. ഇനി വേറൊരു ടൈപ്പ് PR പറഞ്ഞുതരാം. ഇപ്പം അനുമോൾക്ക് സപ്പോർട്ട് കൂടണം, നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് നല്ലത് അനുമോളെക്കാട്ടിൽ എന്തുകൊണ്ടും ഭേദമാണ് അനീഷ് അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്. അനുമോൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് അനീഷിനെ വെച്ച് താരതമ്യപ്പെടുത്താന്ന് പറഞ്ഞാൽ അനീഷിനുമായിട്ട് കമ്പയർസ് നടത്തും. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ അക്ബറിനെ കുറിച്ചോ മറ്റുള്ള ഷാനവാസിനുമായിട്ട് കമ്പയർസ് നടത്തും. ഇങ്ങനെ കമ്പയർസ് നടത്തുമ്പോഴും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നി എന്തിനാ ഈ പെൺകുട്ടിയെ ഒരു പെണ്ണായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും, ജെൻഡർ വൈസും തോന്നിപ്പിക്കും. നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ഇവരിലേക്ക് എത്തിപ്പിക്കും. അതുകൊണ്ട് മനസ്സിലാക്കണം, ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നതോ ഒരാളെ കുറിച്ച് നല്ലത് കൊണ്ട് നല്ലത് മാത്രം കമന്റ് ബോക്സിൽ അനുമോൾ കി ജയ് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ കമന്റുകൾ വരുന്നതൊന്നും അനുമോളുടെ സപ്പോർട്ടേഴ്സ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അനുമോളാണ് ഇഷ്ടം എന്ന് പറയുന്ന കമന്റ് ബോക്സ് പോലും കണ്ടോ മൊത്തം അനുമോളുടെ PR ആണെന്ന് പറയിപ്പിക്കുന്നതും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ PR ആകാം. അതുകൊണ്ട് PR ഇല്ല എന്നുള്ള ഞാൻ ഒരു കാര്യം പറയാം, ഉറപ്പിച്ച് പറയാം, അനുമോൾക്ക് PR ഇല്ല എന്ന് പറയാൻ, അനുമോൾക്ക് PR ഇല്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പുള്ളിക്കാരൻ പറയുന്നതാണ്, പക്ഷെ അനുമോൾക്ക് PR ഇല്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയാം. ഇനി അതിന് തെളിവോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ സീസൺ തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ അറിയുമായിരിക്കും പല കണ്ടസ്റ്റൻസിന്. ഇപ്പം ഏകപക്ഷീയമായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കും അനുമോളെ ടാർണിഷ് ചെയ്യാനോ നെഗറ്റീവ് ആക്കാനോ. എനിക്ക് എന്ത് ടാർണിഷ് എന്ത് കാര്യം? ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാത്ത ഒരാൾ, ബിഗ് ബോസിന്റെ ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരാൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായിട്ട് നിങ്ങളൊന്ന് പ്രവർത്തിക്കരുത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ബിഗ് ബോസിന്റെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ മുമ്പിലേക്ക് എത്തുന്ന ഒരു സത്യങ്ങൾ എനിക്ക് പറയണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആയിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അന്ധമായ ഫാൻസത്തിലേക്കായിരിക്കാം. നല്ല കണ്ടസ്റ്റന്റ് ആരാണോ അവർ യോഗ്യതയുള്ള കണ്ടസ്റ്റന്റ് വിജയിക്കട്ടെ. വൺ ഓഫ് ദ ഫേക്ക് കണ്ടസ്റ്റന്റ് ആണ് അനീഷ് എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നെങ്കിൽ അത് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഹീസ് എ ഫേക്ക് പേഴ്സൺ, അബ്സല്യൂട്ട്ലി ഹീസ് എ ഫേക്ക് പേഴ്സൺ. ഞാൻ അങ്ങനെ ആയിരുന്നില്ല പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞത്, പക്ഷെ പുള്ളിക്കാരൻ ഫേക്ക് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇത് ബിഗ് ബോസ് വിന്നർ ആയ ഒരാൾക്ക് എത്ര രൂപയാണ് ശരിക്കും കിട്ടാൻ പോകുന്നത്? അതായത് 50 ലക്ഷം രൂപയാണ് ടൈറ്റിൽ വിന്നർ കിട്ടുന്നത്. ടാക്സും കഴിഞ്ഞ് 36 ലക്ഷം കിട്ടും. പിന്നെ അവർ ഓരോ ദിവസം നിൽക്കുന്നതിന് ഒരു പേയ്മെന്റ് ഉണ്ട്, അത് അവർക്ക് കിട്ടും. അത് വളരെ കുറച്ച് പേയ്മെന്റ് ആണ്, 3000 രൂപ തൊട്ടാണ് ആ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെർ ഡേ 3000 കേട്ടോ. സോ അതുകൊണ്ട് പലരും അവിടെ ഇറങ്ങി പോയിട്ടുണ്ട്, പലരും കിട്ടിയത് പോയിട്ടുണ്ട്. ചെറിയ പേയ്മെന്റ് ആയതുകൊണ്ട് കിട്ടിയത് പോയവരുണ്ട്. കുറച്ചും കൂടി, അതായത് ഇപ്പോൾ നല്ല സീരിയലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട്. ബിക്കോസ് ചില ആൾക്കാർ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് ഒരു 60 ദിവസം കഴിഞ്ഞാൽ നല്ലൊരു പേയ്മെന്റ് കിട്ടുന്നത്. സോ ഈ 50 ലക്ഷത്തിൽ ഇപ്പോൾ 35 ലക്ഷം നമുക്ക് കിട്ടുന്ന പറയും. അതെ, അപ്പോൾ ആരെങ്കിലും അതിൽ പകുതിയായ 16 ലക്ഷം അതാണ് പറഞ്ഞത്. പ്രോപ്പർ PR ചെയ്യാൻ ഈ 16 ലക്ഷവും പോരാ. ശരിക്കും പറഞ്ഞാൽ ഒരു PR വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 30 ലക്ഷമെങ്കിലും മുടക്കണം. കാരണം എന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ 100 ദിവസം റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ PR വർക്ക് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഒരിക്കലും 16 ലക്ഷത്തിന് പോലും ഞാൻ PR ചെയ്യില്ല. പക്ഷേ ആ 16 ലക്ഷം പോലും ഇറക്കാൻ പറ്റാത്ത, ഒരു 5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് 16 ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5 ലക്ഷം രൂപ പോലും മുടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത്. നമ്മുടെ സുഹൃത്താണ്, എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അനുമോൾ മുമ്പൊരിക്കൽ ഒരു പബ്ലിക്കായിട്ടൊരു വീഡിയോയിൽ കൂടെ ഒരു പുള്ളിക്കാർ കുറേ ചോദിക്കുന്നുണ്ട്. അനുമോൾ എങ്ങനെ സെറ്റിൽഡ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫിനാൻഷ്യലി ഓക്കെ എന്ന് പറഞ്ഞാൽ അനുമോൾ കോടീശ്വരി ആയെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി പോലും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള കൊളാബ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ അവർക്ക് കിട്ടും. അതായത് അവരിടുന്ന ഡ്രസ്സുകൾ, അകത്ത് കൊണ്ടുപോയി ഇടുന്ന പല ഡ്രസ്സുകളും പുറത്ത് നിന്ന് കൊടുത്തേക്കുന്ന സാധനങ്ങളായിരിക്കും. ആ സാധനങ്ങൾ അവിടെ ഇടുന്ന സമയത്ത് ഇതിൻ്റെ കൊളാബ് ഓണാവും, ഇവിടെ ആ ആളുടെ പേയ്മെൻറ്റ് സെറ്റാവും, മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ പലതും. പിന്നെ അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഇതിൻ്റെ കൊളാബറേഷൻസ് മറ്റുള്ള പല കാര്യങ്ങളും ആ ദിവസങ്ങൾ മുതലുള്ള ചാർട്ടഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വരും. അതും ബിഗ് ബോസിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ തന്നെ സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് വേറെ കിട്ടും. അങ്ങനെ ഓൾ ടുഗെദർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഓൾറെഡി ഇവരെ വെയിറ്റ് ചെയ്യുന്ന
പേയ്മെന്റ് ബിഗ് ബോസ് ഹൗസിലെ പേയ്മെന്റ് മാത്രമല്ല, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പല ആൾക്കാരുടെയും പ്രൊമോഷൻസ് ഉണ്ട്. അതിനകത്ത് ഇനാഗുറേഷൻസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാംസിന് പോകുന്നതുകൊണ്ട് ചില വിവിധ മറ്റേ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും മറ്റിടത്തും മറിച്ചടക്കം ഇഷ്ടം പോലെ ഷോ ബുക്കിംഗ്സ് വരും. വിദേശത്തും നാട്ടിലും പുറത്തുമായിട്ടുള്ള ഷോകൾ വരും. അതിനകത്ത് എല്ലാ സംഭവങ്ങളും ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ കൊളാബായിട്ട് അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ അനുമോളെ പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ എടുക്കുക ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വലിയ ബുദ്ധിമുട്ടാണ്. അതൊരിക്കലും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് അളിയൻ്റെ സൈഡിൽ കൂടെ ഇത് PR പോയിട്ടുണ്ടാവത്തില്ല എന്ന് വിശ്വസിക്കാം നമുക്ക്. ബട്ട് എന്നാൽ അതിനകത്ത് PR ഇല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അനുമോൾ PR ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. 36 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ എന്നുള്ള കാര്യം ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. അവരൊക്കെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്തായിരുന്നാലും മുൻകാല സീസണുകളിലും ഇതേപോലെ തരത്തിൽ PR ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്, ഈ സീസണിലും PR ഉള്ള ആൾക്കാരുണ്ട്. ഞാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത് ഇന്ന ആൾക്കാരാണെന്നൊന്നും പറയുന്നില്ല. ബട്ട് PR ഇല്ല എന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ പ്രേക്ഷകർ അനുമോളെ ചിലപ്പോൾ സ്റ്റാർ മാജിക്കിലൂടെയും സീരിയലിലൂടെയും ആ പുള്ളിക്കാരത്തി ബിഗ് ബോസിൻ്റെ അകത്ത് നന്നായിട്ട് കളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടോളൂ. ഞാൻ ഒരിക്കലും നിങ്ങൾ അവരെ വെറുക്കണമെന്നോ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇത് കേട്ടിട്ട് അവരെ ടാർണിഷ് ചെയ്യണമെന്നോ നെഗറ്റീവ്. അനുമോളെ ഡിഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അനുമോൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. അനുമോളെ ചില സമയങ്ങളിലെ ഗെയിം ഇപ്പോൾ സ്റ്റിൽ എനിക്ക് അനുമോളുടെ ഗെയിം ഇഷ്ടമല്ല. അതൊരു BB ഗെയിമേ അല്ല. BBയുടെ ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നിന്ന് കളിക്കുന്ന ഒരു ഗെയിം അല്ല അനുമോളുടെ സ്ട്രാറ്റജി. അങ്ങനെ ഒരു ഗെയിം അല്ല അനുമോൾ കളിക്കുന്നത്. ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഫാനിസം വെച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് മാത്രമാണ്. അതൊരു ഗെയിം അല്ല. ഗെയിം കളിക്കുന്ന ആൾക്കാരെ കുറിച്ചാണെങ്കിൽ ഗെയിം കളിച്ച് വിന്നർ ആവാൻ സാധ്യത ഈ സീസണിനകത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാത്തിരുന്ന് തന്നെ കാണണം. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് PR ഇല്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ഇനി നമുക്ക് ബിന്നി പറഞ്ഞേക്കാം. കാണിക്കുന്ന രീതിയിലാണല്ലോ. അതായത് അനുമോളുടെ PR-നെ പറ്റി ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്ത് അനുമോളുടെ പുറത്ത് അനുമോൾ നടത്തുന്ന ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായ പോലെ തോന്നുന്നു. എനിക്കങ്ങനെ അറിയില്ല. അത് അത്രയും വലിയ PR ആണോ പുറത്തിനി അതിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ടോ, അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത്, അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ പുള്ളിക്കാരത്തി ബിന്നി പുറത്തിറങ്ങി ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗെയിമിനോട് താല്പര്യം ഉണ്ടാകത്തില്ല, ഭയങ്കര മോശം അഭിപ്രായമായിരിക്കും. അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരിന്ന് പുറത്തിറങ്ങി. കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് മൊത്തം തെറി വീടിയുടെ അഭിഷേകം ആണോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ, ഗെയിം കഴിഞ്ഞു. അവരുടെ ഗെയിമിൻ്റെ അകത്ത് ഓണായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെയ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, പലതും ഉണ്ടാവാം. പക്ഷേ ഇന്ന് അവരിറങ്ങി. ഇനി അത് വിട്ടേക്കുക. എന്നാൽ ഇത് വിടാത്ത ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അത് എന്ത് തരത്തിലുള്ള പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ അങ്ങോട്ട് ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് പറയുക. അത് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഇത്രയും ഇമ്മച്ചുവർ ആണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്കുള്ള കാര്യം. ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ തരത്തിൽ നോക്കുമ്പോഴേക്കും പുള്ളി പുറത്തിറങ്ങിയിട്ട് പോലും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഒരു ബിഗ് ബോസ് ലെജൻഡ് ആയിട്ടെന്നുള്ളതാണ്. എന്ത് ലെജൻഡാണ്? ബിഗ് ബോസിൻ്റെ അകത്ത് ഇതുവരെ സീസണിൻ്റെ അകത്ത് മറ്റൊരു കണ്ടസ്റ്റൻസും കാഴ്ചവെക്കാത്ത എന്ത് തരം സംഭവമാണ് ഈ പുള്ളി കാഴ്ചവെച്ചതെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. ഒണിയിൽ സാബുവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പുള്ളിക്കാരൻ ബിഗ് ബോസ് ലെജൻഡാണ്. ആ ബിഗ് ബോസ് ലെജൻഡ് പറയുന്നത് കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഡിഫമേഷനിലൂടെ തന്നെ നേരിടും. അത് ഞാൻ വിടാൻ ശ്രമിച്ചിട്ടില്ല. ഡിഫമേഷനിലൂടെ തന്നെ നേരിടും. അത് ലക്ഷ്മി അക്കൗണ്ടബിൾ ആവണം. ഇതുപോലത്തെ ആൾക്കാർ ചുമ്മാ ഒരു പോസ്റ്റ് ഐഡി വന്നിട്ട് ഒരുത്തൻ കമന്റ് ഇട്ടിട്ട് പോകൂലേ, ഒരു തിരി കൊളത്തിട്ട്, അപ്പൊ അവിടെ വന്നിട്ട് 100,000 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുപിടിക്കും. അതാണ് ലക്ഷ്മി. ഒരു കമന്റ് ഇടാൻ വന്നിരിക്കുകയാണ്. ഒരു ഗെയിം എന്നിട്ട് ബോട്ടിൽ ടാസ്കിൽ വന്നിട്ട് ഇരുന്നിട്ട് ഒനിയില് ക്യാപ്പ് ഇട്ടിട്ടില്ല, ഇയാൾ ഇങ്ങനെ കളിക്കുന്നില്ല, ഇത് പറയാൻ വേണ്ടി ഒരാൾ അവിടെ എന്തിനാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗുമസ്തനെ വെച്ചേക്കണം? മനസ്സിലായ? നമുക്കറിയാം നമ്മുടെ കളി ഇതായിരിക്കും. ഇയാളെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി വന്നിരിക്കണ അനലിസ്റ്റോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഈ ലക്ഷ്മിക്ക് എന്താണ് ഗെയിം? ഒരു ഗെയിമില്ല, PR ആണ് ഗെയിം. പുറത്തുള്ള PR-ല് ലക്ഷ്മിക്ക് ഒരു ബലമുണ്ട്. ഞാൻ പോവില്ല, കാരണം എത്രയും പൈസ കൊടുത്ത് ഞാൻ PR-നെ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് ഏഷ്യാനെറ്റിനെതിരെയുള്ള കളി. അതാണ് ജിയോ ഹോട്ട്സ്റ്റാറിനെതിരെയുള്ള കളി. ഈ ഗെയിമിനെതിരെയുള്ള കളി. പുള്ളിക്കാരൻ അങ്ങോട്ട് നൈസായിട്ട് ഇതിനകത്ത് ഏഷ്യാനെറ്റിനെ കൊണ്ടുവരുന്നുണ്ട്, ജിയോ ഹോട്ട്സ്റ്റാറിനെ കൊണ്ടുവരുന്നുണ്ട്, മറ്റ് പല സംഭവങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ലക്ഷ്മിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ലക്ഷ്മി പറഞ്ഞ ആ LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ നിശ്ചിതമായിട്ട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. അതേ സമയത്ത് കുട്ടിയുടെ കാര്യം വന്ന സമയത്ത് അനുകൂലിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് ഈ പുള്ളി തന്നെ പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞ എന്താ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയ അതെല്ലാം അവിടെ കഴിഞ്ഞതെല്ലാം അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് അടുത്ത് കുറേ ആൾക്കാർ ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പുള്ളിക്കാരൻ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും മറ്റുള്ള പല കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാരൊക്കെ ഇനി ഒരുപാടുണ്ടാവും. എല്ലായിടത്തും പുള്ളിക്ക് നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന അടുത്ത ഒരു വർഷം അവർ രാജാക്കന്മാർ തന്നെയാണ് കേട്ടോ. എല്ലാവരും രാജ്ഞിമാരൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത സീസൺ വരുന്നവരെ മാത്രമേ ഉള്ളൂ ഈ ഒരു എന്താ പറയുക നീർക്കുമിള എന്നുള്ള സംഭവം ഇവർ പലരും മനസ്സിലാക്കാത്ത പലരും ആ ഒരു സംഭവത്തിൻ്റെ മതിഭ്രമത്തിൽ, ആ ഒരു ആലസ്യത്തിൽ, ആ ഒരു മോഹ വലയത്തിൽ അടുത്തും ഇങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ തീർന്ന്. മനസ്സിലാവുന്നുണ്ടോ? സംഭവം കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഈ പറയുന്ന കാര്യം പുള്ളി പറഞ്ഞു നോക്കൂ, സീസൺ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി, പുള്ളിക്കാരൻ്റെ റോള് കഴിഞ്ഞ് പുറത്തിറങ്ങി.
അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് പുള്ളി പറഞ്ഞു അതെല്ലാം അവിടെ കഴിഞ്ഞു, അതൊന്ന് കഴിഞ്ഞു, അതൊക്കെ അവിടെ വിട്ടു എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഇപ്പോൾ വീണ്ടും പറയുക ഇനി ഡിഫമേഷൻ മറ്റത് മറിച്ച് എന്തിന് ഗെയിമിൻ്റെ അകത്തുള്ള ഡിഫമേഷനോ ഈ പുള്ളി കൊടുത്ത ഡിഫമേഷൻ നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ? അവർക്ക് ഇങ്ങോട്ട് പറയാം, ഇവിടെ എഗ്രിമെൻ്റ് ഉണ്ട്. ഏഷ്യാനെറ്റിൻ്റെയും ബിഗ് ബോസിൻ്റെ ആയിട്ട് എൻ്റെ ഷൈൻ ഗ്രൂപ്പിൻ്റെയും മാനേജർ ഗ്രൂപ്പിൻ്റെ ഒക്കെ എഴുതിയുള്ള ഒരു എഗ്രിമെൻ്റ് ഇരിപ്പുണ്ട്. അകത്ത് നടന്ന എല്ലാ ഗെയിമാണ്, അകത്ത് നടന്നിട്ടുള്ള ഒരു സാധനത്തിൻ്റെ അകത്ത് പുള്ളിക്കാരത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ആർക്കാ? പുറത്തിരുന്നുകൊണ്ടുള്ള ഷോ നടത്തിപ്പുകാർക്ക് ഈ പുള്ളിക്കാരനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഷോ നടത്തിപ്പുകാർക്കെതിരെ കൊടുക്കാൻ പറ്റും, പുള്ളി കൊടുക്കും. പുള്ളി നൈസായിട്ട് ഏഷ്യാനെറ്റിനെ പൊക്കി പറയുന്നു, ഹോട്ട്സ്റ്റാറിനെ പൊക്കി പറയുന്നു, എല്ലാം പറയുന്നു. എന്നാൽ ഈ പുള്ളിക്കാരൻ പറയാത്ത എന്താ? ഇങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ടുവന്ന് ജിയോ ഹോട്ട്സ്റ്റാറിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും ഞാൻ ഈ കേസ് കൊടുക്കുമെന്ന് പറയാനുള്ള നട്ടലുണ്ടാവണോ? അതിനുള്ള നട്ടലുണ്ടോ? വലിയ ലെജൻഡല്ലേ ബിഗ് ബോസ് ലെജൻഡ്. നിങ്ങളാണ് ബിഗ് ബോസ് മെറ്റീരിയൽ, ഒരു കോപ്പുമല്ല, നിങ്ങൾ ഒരു ഗെയിമറും അല്ല. അത് ആദ്യം മനസ്സിലാക്കാം. സീരിയസ്ലി ഹീസ് നോട്ട് അറ്റ് ഓൾ എ ഗെയിമർ. ഓക്കെ, പരദൂഷണം പറഞ്ഞിരിക്കുന്ന നല്ല ഗെയിം, പിന്നെ നീ കൊണ്ട് കേസ് കൊടുക്കുക, ഒരു കോപ്പ് നടക്കില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നു. നിന്റെ കരച്ചിൽ ഇന്നും കഴിഞ്ഞില്ലേ? ഇവൻ ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഇവർ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, കുതിരവട്ടം. അങ്ങനെ പറയരുത്. നോ നെവർ. ഒരാളുടെ മൈൻഡ് സെറ്റിനെ കുറ്റം പറയും. നിങ്ങളെ വില കളഞ്ഞ് വെറുതെ ആറാട്ടനാവരുത് ബ്രോ. അതാ ബിഗ് ബോസ് തീർന്ന കാര്യമില്ലേ? അയ്യേ, സീരിയസ്ലി ഭയങ്കര മോശമാട്ടോ ഒനീർ സാബു. താങ്കളെ കുറിച്ച് ഞാനിങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. ഒരു കൊച്ചു കുട്ടി വന്നിട്ട് എന്നെ അവൻ തല്ലി പിച്ചി മാന്തി, ഞാൻ നോക്കിക്കോടാ അവനെ, ഞാൻ നാളെ ഇന്ന് അച്ഛനെ വിളിച്ചോണ്ട് ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് പറയുക. എന്തിനാണ് ബ്രോ നിങ്ങൾ വില കളയുന്നത്? വില ഓക്കെ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ നിങ്ങൾക്ക് എന്താണ് വില. ഓക്കെ, നമ്മുടെ അഖിൽമാർ ഇന്നും വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ പൊളിഫിറോസ്, അതുപോലെ നമ്മുടെ സാബുമോൻ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട്, കിടിലം ഫിറോസ്, ഇങ്ങനെയുള്ള കുറേ അധികം ആൾക്കാർ വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കും. എന്തറിയാമോ, അവർ അറ്റ്ലീസ്റ്റ് ആ ബിഗ് ബോസിൻ്റെ അകത്ത് നിറഞ്ഞ് കളിച്ച റിയാസ് സലീം, ഇങ്ങനെ പലരും അവർ പറഞ്ഞത് നമ്മൾ കേൾക്കും. കാരണം അവരുടേതായിട്ടുള്ള നിലവാരത്തിൽ അവരുടെ രീതിയിൽ നിന്ന് കളിച്ച് ഇതെടുത്തതാണ്. അല്ലാതെ നിങ്ങൾ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത്? നിങ്ങൾ കാണിച്ച് എന്ത് സംഭവം ഉള്ളത്? എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ അന്ന് ലക്ഷ്മിയെ കൊണ്ട് പറയിപ്പിച്ചത് ഇത് ഇങ്ങനൊരു മൊത്തം ഒരു സമൂഹത്തിനെ കുറിച്ചും പുരുഷ സമൂഹത്തിനെ കുറിച്ചും ഒക്കെ അതിശയിപ്പിച്ച ഈ ഒരു കാര്യത്തിന് പബ്ലിക്കായിട്ട് തന്നെ മാപ്പ് പറയണം എന്നുള്ള കാര്യം, അവർ അക്കൗണ്ടബിൾ ആവണമെന്ന് അന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ യോജിച്ചു. ബട്ട് ഇന്നോ നിങ്ങളൊരു കാര്യത്തിൻ്റെ അകത്ത് ഒരാളെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അടർത്തി പിടിച്ചുകൊണ്ട് അതിനെ തന്നെ വെച്ചുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുറത്തും വന്നിട്ട് കളിക്കുന്നു. അതിലൂടെ മാത്രം നിങ്ങൾക്ക് ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. യു ആർ എക്സ്പോസ്ഡ് ബ്രോ, യു ആർ എക്സ്പോസ്ഡ്. അതെ, ബിന്നി കറക്റ്റാ പറയുന്നുണ്ട്. അനുമോള് പറഞ്ഞ കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ പിന്നെ ബിന്നിയെ പിടിച്ച് ക്രൂശി തച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പുള്ളിക്കാരത്തിയോട് അമിതമായിട്ടുള്ള ഹേറ്റ് കാരണം പുള്ളിക്കാരത്തി പറഞ്ഞെല്ലാം കള്ളമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പുള്ളിക്കാരത്തി അവിടെ നമ്മുടെ അനുമോളോടെ നിന്ന് പറഞ്ഞ് ഞാൻ ഈ പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം ആരും കമൻറ്റ് ഇട്ടിരുന്നു, ഈ പുള്ളിക്കാരത്തി, ഞാൻ പുള്ളിക്കാരത്തി റെസ്പെക്റ്റോടുകൂടി പറയുന്ന കാര്യമാണ്. ഞാൻ അവരെ പുള്ളിക്കാരത്തി ജയിൽ പുള്ളി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പുള്ളിക്കാരത്തി നിങ്ങളുടെ സ്ലാങ് ഞാനെങ്ങനെ അത് മാറ്റാൻ ഇപ്പം മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് അല്ലെങ്കിൽ മറ്റേ ശ്രീമതി, ശ്രീമാൻ എന്ന് പറയാൻ ഞാൻ ശീലിച്ച രീതിയാണ്. ഓക്കെ, അതാണ് വേദികളിൽ സംസാരിക്കുന്ന സമയത്തും ഇത് തന്നെയാണ് സംസാരിക്കാറുള്ളത്. സോ അതിനകത്ത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണുണ്ടെങ്കിൽ ഞാൻ തിരുത്തുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ PR കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അകത്ത് നിന്ന് വലിയ ഗീർവാണം അടിച്ചിട്ട് ആ ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് ഇത്രയും പേരുടെ കാര്യം കണ്ടിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് എതിർപ്പുണ്ടാവാം, തെറി വിളിക്കണമെന്ന് തോന്നാം. എന്നെ തെറി വിളിച്ചാൽ സമാധാനം കിട്ടുമെങ്കിൽ തെറി വിളിച്ചോളൂ. എൻ്റെ അനുമോളെ തൊട്ട് കളിക്കുന്നോടാ, എൻ്റെ അനീഷിനെ തൊട്ട് കളിക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലൊക്കെ തൊട്ട് കളിക്കുന്നതൊക്കെ തോന്നുന്നത് നീ ആര്യൻ്റെ PR അല്ലടാ, അല്ലെങ്കിൽ അടുത്ത ആരെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതിലെന്ന് പറയടാ PR അല്ലടാ എന്നൊക്കെ പറയാൻ താല്പര്യമുണ്ട്. അത് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ